റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിനും ബിജെപിക്കും ആശ്വാസമായി സിഎജി റിപ്പോർട്ട്. യുദ്ധവിമാനങ്ങൾക്കായുള്ള എൻഡിഎ സർക്കാരിന്റെ കരാറിൽ യുപിഎ കരാറിനേക്കാൾ 2.86% വില കുറഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ സർക്കാർ അവകാശപ്പെട്ടതുപോലെ 9% കുറവ് ഉണ്ടായില്ല. സാമ്പത്തിക ഗ്യാരണ്ടിയും പ്രവർത്തനക്ഷമതാ ഗ്യാരണ്ടിയും ഒഴിവാക്കിയത് ഫ്രഞ്ച് കമ്പനിക്ക് അനുകൂലമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാർ വാദങ്ങൾ പൂർണ്ണമായും ശരിവയ്ക്കുന്നില്ലെങ്കിലും സർക്കാരിന് ന്യായീകരണത്തിന് വക നൽകുന്ന കണ്ടെത്തലുകളോടെയാണ് സിഎജി റിപ്പോർട്ട്. ധനകാര്യ സഹമന്ത്രി പൊൻ രാധാകൃഷ്ണൻ റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചു. റിപ്പോർട്ട് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, എയർഫോഴ്സ് പെർഫോമൻസ് ഓഡിറ്റ് ഓൺ ക്യാപിറ്റൽ അക്വിസിഷൻ ഇൻ എയർഫോഴ്സ്. വിവിധ വ്യോമസേന ഇടപാടുകൾ പരിശോധിക്കുന്ന 141 പേജ് റിപ്പോർട്ടിൽ 16 പേജുകളിലായാണ് റഫാലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. വിമാനങ്ങളുടെ കൃത്യമായ വില പരസ്യപ്പെടുത്താതെയുള്ള പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെ: 36 വിമാനങ്ങൾക്കായുള്ള മോഡി സർക്കാരിന്റെ 2016 കരാറിൽ യുപിഎ കരാറിനേക്കാൾ 2.86% വില കുറഞ്ഞു. സർക്കാർ അവകാശപ്പെട്ടതുപോലെ 9% വിലക്കുറവുണ്ടായിട്ടില്ല. വ്യോമസേനയ്ക്ക് ആവശ്യമില്ലാതിരുന്നിട്ടും അധിക മാറ്റങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചതിലൂടെ നിരക്ക് കൂടിയിട്ടുണ്ട്. എങ്കിലും 2007 കരാറുമായി തട്ടിച്ചു നോക്കുമ്പോൾ 17.08% കുറഞ്ഞ തുകയ്ക്ക് അധിക മാറ്റങ്ങൾ സാധ്യമായി. സാമ്പത്തിക ഗ്യാരണ്ടിയും പ്രവർത്തനക്ഷമതാ ഗ്യാരണ്ടിയും 2007 കരാറിൽ ഉണ്ടായിരുന്നു. 2016 കരാറിൽ 2 ഗ്യാരണ്ടികളും ഒഴിവാക്കി. 574 മില്യൺ യൂറോയുടെ ബാങ്ക് ഗ്യാരണ്ടി വേണമെന്നാണ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. ഗ്യാരണ്ടി ഒഴിവാക്കിയതിലൂടെ ആ ലാഭം ഡസോൾട്ട് ഏവിയേഷനുണ്ടായി. വിമാനങ്ങൾ 1 മാസം നേരത്തെ ലഭ്യമാക്കാൻ മാത്രമേ പുതിയ കരാറിലൂടെ കഴിയൂ. ഫ്രഞ്ച് സർക്കാരിന്റെ ഗ്യാരണ്ടി ഒഴിവാക്കിയതിനാൽ ഫ്രഞ്ച് സ്വകാര്യ കമ്പനി ഡസോൾട്ടുമായി സർക്കാർ നേരിട്ട് നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യത്തെപ്പറ്റിയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. യുപിഎ കാലത്തേക്കാൾ 20%-ലധികം വില കുറവുണ്ടായെന്ന കേന്ദ്രമന്ത്രിമാരുടെ അവകാശവാദങ്ങൾ പൊളിച്ചെടുക്കുന്നതാണ് സിഎജിയുടെ കണ്ടെത്തൽ. എന്നാൽ വില കുറഞ്ഞുവെന്ന കാര്യം ചൂണ്ടിക്കാട്ടി മറ്റ് ആരോപണങ്ങൾ പ്രതിരോധിക്കാനാകും സർക്കാരിന്റെ ശ്രമം. ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. റഫാൽ ഇടപാടിലെ സിഎജി റിപ്പോർട്ട് തള്ളി പ്രതിപക്ഷം. കരാർ വ്യവസ്ഥകളിൽ ആശങ്ക അറിയിച്ചുകൊണ്ടുള്ള 3 ഉദ്യോഗസ്ഥരുടെ കുറിപ്പ് ഉൾപ്പെടുത്താത്ത റിപ്പോർട്ടിന് കടലാസ് വില മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. നുണകളുടെ മഹാസഖ്യമാണ് പ്രതിപക്ഷത്തെന്ന് റിപ്പോർട്ടിലൂടെ തെളിഞ്ഞതായി കേന്ദ്ര സർക്കാരും പറഞ്ഞു. സിഎജി റിപ്പോർട്ടിലെ കേന്ദ്രത്തിനെതിരായ ഭാഗങ്ങൾ മാത്രം അംഗീകരിച്ച് മറ്റുള്ളവ തള്ളിപ്പറയുന്നതെങ്ങനെ? ഇതായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ അകപ്പെട്ട വിഷമവൃത്തം. സർക്കാരിനെതിരായ ഭാഗങ്ങൾ സ്വീകരിച്ചാൽ തന്നെ റിപ്പോർട്ട് അംഗീകരിക്കുന്നതിന് തുല്യമാകുമെന്ന വിലയിരുത്തലിൽ കോൺഗ്രസ് റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇംഗ്ലീഷ് ദിനപത്രം പുറത്തുവിട്ട വിലപേശൽ സംഘത്തിലെ 3 ഉദ്യോഗസ്ഥരുടെ വിയോജനക്കുറിപ്പാണ് രാഹുൽ ഗാന്ധി ഇതിനായുധമാക്കിയത്. വിമാനങ്ങളുടെ വില യുപിഎ കാലത്തേക്കാൾ കൂടുതലാണെന്നും വേഗത്തിൽ വിമാനങ്ങൾ ലഭിക്കില്ലെന്നുമുള്ള ഈ കുറിപ്പ് ഉൾപ്പെടുത്താത്ത സിഎജി റിപ്പോർട്ടിന് ഒരു വിലയുമില്ലെന്ന് രാഹുൽ. This new deal is rubbish. This new deal is a con. This new deal is robbery. This is what these officers are saying in diplomatic language. So why is this not here? So the CAG report is saying that they lied in the first place. We don't agree with the 2.5%. സർക്കാർ ഫ്രഞ്ച് കമ്പനിയെ സഹായിച്ചതിലൂടെ നികുതിദായകരുടെ 574 മില്യൺ നഷ്ടമായതായി സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു. സിഎജി രാജീവ് മെഹ്റിഷി കരാറിൽ ഒപ്പുവയ്ക്കുമ്പോൾ ധനകാര്യ സെക്രട്ടറി ആയിരുന്നതിനാൽ ഭിന്ന താൽപര്യം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് തള്ളുകയാണ് മറ്റു പാർട്ടികളും. എന്നാൽ പ്രതിപക്ഷത്തിന്റെ നുണകൾ പൊളിഞ്ഞതായി സർക്കാർ. The Supreme Court has satisfied itself. The CAG has satisfied itself. I think the government stands vindicated. The face of those who were manufacturing one lie a day stands completely condemned before the people. 3 ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാണ് അന്തിമ കരാറിന് രൂപം നൽകിയതെന്ന് വിലപേശൽ സംഘത്തിന്റെ അധ്യക്ഷൻ RKS ബദൂരിയ പ്രതികരിച്ചു. ന്യൂസ് 18, ഡൽഹി. മോദി സർക്കാരിന്റെ അവസാന സമ്മേളനത്തിന്റെ അവസാന ദിവസം രാഷ്ട്രീയം മറന്ന് പരസ്പരം പ്രശംസിച്ചും ആശംസകൾ നേർന്നും നേതാക്കളും എംപിമാരും 5 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും അംഗങ്ങൾക്ക് നന്ദി പറഞ്ഞും അവസാന പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി റഫാൽ വിഷയത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുകയും ചെയ്തു. എന്നാൽ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്നാണ് ആഗ്രഹമെന്ന മുലായം സിംഗിന്റെ പ്രസ്താവന പ്രതിപക്ഷത്തെ ആകെ അമ്പരപ്പിച്ചു. 16ാം ലോക്സഭയുടെ അവസാന ദിവസവും പരസ്പരം കടന്നാക്രമിച്ചാണ് ഭരണപ്രതിപക്ഷം തുടങ്ങിയത്. എന്നാൽ യാത്ര പറഞ്ഞത് പരസ്പരം പ്രശംസിച്ചും ആശംസകൾ നേർന്നുമാണ്. സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും പ്രശംസിക്കാൻ രാഷ്ട്രീയം അനുവദിക്കാത്തതിനെ തുടർന്ന് ചിലർ പ്രശംസ മുഴുവൻ അംഗങ്ങൾക്കും സ്പീക്കർക്കും നൽകി. I thank on behalf of my party for your very great contribution.
മുലായം സിംഗ് യാദവ് പക്ഷേ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ അമ്പരപ്പിച്ചു. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്നാണ് ആഗ്രഹമെന്നും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോയ നേതാവാണ് അദ്ദേഹമെന്നും മുലായം പറഞ്ഞു. മുലായത്തിന്റെ മോദി പ്രശംസയെ കരഘോഷത്തോടെയാണ് ഭരണപക്ഷം സ്വീകരിച്ചത്. കൈകൂപ്പി നന്ദി അറിയിച്ച പ്രധാനമന്ത്രി തന്റെ മറുപടി പ്രസംഗത്തിലും നന്ദി ആവർത്തിച്ചു. 5 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി റഫാൽ വിവാദത്തിൽ പ്രതിപക്ഷത്തെ പരോക്ഷമായി കടന്നാക്രമിച്ചു. ചിലർ പേപ്പർ വിമാനം പറത്തി ഭൂമി കുലുക്കമുണ്ടാക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. लेकिन 5 साल का कार्यकाल का पूरा हो रहा है, कोई भूकंप नहीं आया. സഭയിലില്ലാതിരുന്ന രാഹുൽ ഗാന്ധി AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുലായത്തിന്റെ മോദി പ്രശംസയെ തള്ളിപ്പറഞ്ഞു. പ്രധാനമന്ത്രിയെക്കുറിച്ച് മുലായത്തിന്റെ നിലപാടല്ല തനിക്കുള്ളതെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നടപടി നടുവിൽ S. രാജേന്ദ്രൻ. മൂന്നാറിൽ പഞ്ചായത്ത് നടത്തിവന്ന കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവിലൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റേ ചെയ്തത്. S. രാജേന്ദ്രൻ MLA അടക്കമുള്ളവരെ എതിർകക്ഷികളാക്കി സർക്കാർ സമർപ്പിച്ച ഉപഹർജിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോടതിയലക്ഷ്യമാണെന്ന് പറയുന്നു. മൂന്നാറിൽ നടക്കുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ CPI പ്രാദേശിക നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ MI ഔസേപ്പ് നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ നിർമ്മാണം നിർത്തിവെക്കാനാണ് കോടതി നിർദ്ദേശം. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ സർക്കാരും ഹൈക്കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചു. കണ്ണൻദേവൻ പ്ലാന്റേഷന്റെ ഉടമസ്ഥയിലുള്ള ഭൂമി പാട്ടത്തിനെടുത്ത് മൂന്നാർ പഞ്ചായത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിന്റെ NOC ആവശ്യമില്ല എന്ന നിലപാടാണ് പഞ്ചായത്തും സ്ഥലം MLAയും സ്വീകരിച്ചത്. തോട്ട നിയമപരിധിയിൽ വരുന്ന ഭൂമിയിൽ നിർമ്മാണം നടത്താൻ അനുമതിയില്ലെന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി നിർമ്മാണം സ്റ്റേ ചെയ്തത്. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെയുള്ള ദേവികുളം സബ് കളക്ടർ ഡോക്ടർ രേണുരാജിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി S. രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ എതിർകക്ഷികളാക്കിയാണ് സർക്കാരിന്റെ ഉപഹർജി. സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ കോപ്പിയും ഹർജിക്കൊപ്പം കോടതിയിൽ സമർപ്പിച്ചു. MLAയ്ക്ക് പുറമെ മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് അംഗം, കെട്ടിട നിർമ്മാണത്തിന്റെ കരാറുകാരൻ എന്നിവരെയും കേസിൽ എതിർകക്ഷികളാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നിലപാടെടുത്ത ദേവികുളം സബ് കളക്ടർ ഡോക്ടർ രേണുരാജിനെ S. രാജേന്ദ്രൻ അവമാനിച്ചത് വൻ വിവാദമായിരുന്നു. കോടതി ഉത്തരവിനോട് പ്രതികരിക്കാൻ MLA തയ്യാറായില്ല. സർക്കാരിന്റെ ഉപഹർജിയും ഔസേപ്പ് നൽകിയ ഹർജിയും ഒരുമിച്ച് 3 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. മൂന്നാർ പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്ത ഹൈക്കോടതിയുടെ നടപടി സബ് കളക്ടറെ അധിക്ഷേപിച്ച MLA S. രാജേന്ദ്രനും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയ മൂന്നാർ പഞ്ചായത്തിനും ഒരേപോലെ തിരിച്ചടിയാണ്. കൊച്ചിയിൽ നിന്നും CN പ്രകാശ്, ന്യൂസ് 18. ഭൂമി കയ്യേറ്റത്തിൽ S. രാജേന്ദ്രൻ MLAക്കെതിരെ കുരുക്ക് മുറുക്കി ദേവികുളം സബ് കളക്ടർ രേണുരാജ്. MLAയുടെ വീടിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ തഹസിൽദാർക്ക് സബ് കളക്ടർ നിർദ്ദേശം നൽകി. മൂന്നാർ ഇക്കാനഗറിലെ രാജേന്ദ്രന്റെ സ്ഥലത്ത് സബ് കളക്ടറും തുടർന്ന് വില്ലേജ് ഓഫീസറും പരിശോധന നടത്തിയിരുന്നു. കയ്യേറ്റ ഭൂമിയെന്ന് നേരത്തെ തന്നെ അധികൃതർ കണ്ടെത്തിയിട്ടും നടപടി ഉണ്ടാകാതെ പോയ ഭൂമിയാണ് രാജേന്ദ്രന്റേത്. വില്ലേജ് ഓഫീസിൽ നടത്തിയ തെരച്ചിലിൽ MLAയുടെ സ്ഥലത്തിന്റെ രേഖകൾ കാണാനില്ലെന്നും തെളിഞ്ഞു. ഭൂരേഖകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് വില്ലേജ് ഓഫീസർ സബ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ചുമതല ദേവികുളം തഹസിൽദാർക്ക് നൽകിയത്. താലൂക്ക് ഓഫീസിലെ രേഖകളടക്കം പരിശോധിച്ച് 1 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് സബ് കളക്ടറുടെ ഉത്തരവ്. രാജേന്ദ്രന്റെ വീടിരിക്കുന്ന സ്ഥലമടക്കം KSEBയുടെ ഉടമസ്ഥതയിലുള്ളതെന്ന് നേരത്തെ തന്നെ കണ്ടെത്തപ്പെട്ടതാണ്. ആരും നടപടിക്ക് ധൈര്യപ്പെടാതിരുന്ന ഈ കയ്യേറ്റ ഭൂമിയുടെ ഉടമസ്ഥത അന്വേഷിക്കാൻ തുനിഞ്ഞ സബ് കളക്ടറുടെ നടപടി രാജേന്ദ്രന് കുരുക്കാകും. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖകൾ ഹാജരാക്കാനാവില്ലെങ്കിൽ വൻ തിരിച്ചടിയാകും MLAക്കുണ്ടാവുക. ന്യൂസ് 18 മൂന്നാർ. മൂന്നാർ പഞ്ചായത്തിന്റെ അനധികൃത നിർമ്മാണത്തിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ വൈകിയതിൽ ദുരൂഹതയുണ്ടെന്ന് മന്ത്രി M. M. മണി. അവസാന നിമിഷമാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇത് സംബന്ധിച്ച് അന്വേഷണം വേണം. സബ് കളക്ടർക്കെതിരായ S. രാജേന്ദ്രന്റെ പരാമർശം ശരിയായില്ലെന്ന് മന്ത്രി ആവർത്തിച്ചു. അവിടെ കെട്ടിടം പണിതൊക്കെ പഞ്ചായത്താണ്. പഞ്ചായത്ത് പണി തീരാറായിട്ടുണ്ട്. മാസങ്ങളായി പണി തുടങ്ങി. അപ്പോൾ ഇതുവരെ അവിടെ സ്റ്റോപ്പ് മെമ്മോ ഒന്നും കൊടുക്കാതിരുന്നത് എന്നാണെന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ദുരൂഹതയുണ്ട്. അത് പരിശോധിക്കേണ്ടോ? തെരഞ്ഞെടുപ്പ് വാർത്ത.
പോഷക സംഘടനകൾ ആവശ്യപ്പെടുന്ന സീറ്റുകളെല്ലാം നൽകാനില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. യൂത്ത് കോൺഗ്രസ് 5 സീറ്റും കെഎസ്യുവും INTUCയും 3 വീതം സീറ്റുകളുമാണ് ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിച്ചാൽ കോൺഗ്രസിന് മത്സരിക്കാൻ സീറ്റ് ബാക്കിയുണ്ടാകില്ലെന്ന് മുല്ലപ്പള്ളി വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി എംപിക്കെതിരായ പരസ്യനീക്കം അച്ചടക്ക ലംഘനമായി കാണും. പരാതിയുള്ളവർ കെപിസിസിയെ അറിയിക്കുകയാണ് വേണ്ടതെന്ന മുന്നറിയിപ്പും മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകി. പാലക്കാട് ജനമഹായാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി. ആ നിവേദനത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന INTUCക്ക് ഈ പറഞ്ഞതുപോലെ 3 സീറ്റ്. ജോസ് കെ മാണി എംപി നയിക്കുന്ന കേരളയാത്ര അല്പസമയത്തിനകം കൊല്ലത്തെത്തും. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേർന്നു. ശ്യാം, കൊല്ലത്ത് ചടങ്ങിൽ ആരെല്ലാമായിരിക്കും പങ്കെടുക്കുക? വിഷയത്തിനകത്ത് യാത്രയിൽ സാന്നിധ്യം അറിയിക്കാമെന്നുള്ള സൂചന ജോസഫ് നൽകിയ സ്ഥിതിക്ക് മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? 6:00 ഈ ജാഥ കൊല്ലത്ത് നിന്ന് സമാപിക്കുന്നത്. കൊല്ലം ജില്ലയിലെ പര്യടനമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന വൈസ് ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന ജാഥയുടെ കേരളയാത്രയുടെ സമാപനമാണ് ഇന്ന് കൊല്ലത്ത് ചിന്നക്കടയിൽ നടക്കുക. ഈ ജാഥയിൽ സമാപന ജാഥയിൽ PJ ജോസഫ് ഇടഞ്ഞു നിൽക്കുന്ന PJ ജോസഫ് പങ്കെടുക്കും എന്നാണ് അറിയുന്നത്. കാരണം നേരത്തെ സമാപന ദിവസം മറ്റന്നാൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപനത്തിൽ പങ്കെടുക്കാനില്ല എന്ന കാര്യം നേരത്തെ തന്നെ PJ ജോസഫ് വ്യക്തമാക്കിയിരുന്നു. PJ ജോസഫ് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ KM മാണി തന്നെ നേരിട്ട് ഇടപെടുകയും PJ ജോസഫിനോട് ഇന്ന് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് PJ ജോസഫ് പങ്കെടുക്കുന്നത്. കാരണം PJ ജോസഫ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഇടഞ്ഞു നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ജോസഫ് വിഭാഗത്തിന് ഒരു സീറ്റ് വേണം എന്ന ആവശ്യമാണ്. ഇടുക്കി സീറ്റോ അല്ലെങ്കിൽ കോട്ടയം സീറ്റോ വേണമെന്ന ആവശ്യം ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് PJ ജോസഫ് ഇടഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഇന്ന് മറ്റന്നാൾ തിരുവനന്തപുരത്തെ സമാപന യോഗത്തിൽ പങ്കെടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഇന്ന് കൊല്ലത്ത് നടക്കുന്ന യോഗത്തിൽ പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. പക്ഷേ ഇതുവരെയും യോഗത്തിന്റെ ഒരു നടപടികളും ആരംഭിച്ചില്ല. 6:00 ഈ ജാഥ ചിന്നക്കടയിലേക്ക് എത്തുക. ജോസ് കെ മാണി നയിക്കുന്ന കേരളയാത്ര കൊല്ലത്ത് എത്തുന്നു. PJ ജോസഫ് യാത്രയിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. കുമ്മനത്തെയും സുരേഷ് ഗോപിയെയും K സുരേന്ദ്രനെയും ഇറക്കി കളം പിടിക്കാൻ BJP. ഓരോ മണ്ഡലത്തിലും 3 പേർ വീതമുള്ള പരിഗണനാ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച PP മുകുന്ദൻ പരിഗണനാ പട്ടികയിൽ ഇല്ല. BDJSുമായുള്ള സീറ്റ് വിഭജനം പൂർത്തിയായില്ലെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് BJP കടന്നുകഴിഞ്ഞു. പാർട്ടി മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ 3 പേരുകളടങ്ങുന്ന പട്ടികയ്ക്കാണ് സംസ്ഥാന കോർ കമ്മിറ്റി രൂപം നൽകിയത്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരന്റെയും സുരേഷ് ഗോപിയുടെയും പേരുകൾ പട്ടികയിലുണ്ട്. ആറ്റിങ്ങലിൽ BDJS സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും. PK കൃഷ്ണദാസിന്റെ പേരും ആറ്റിങ്ങലും കാസർഗോഡും പരിഗണിക്കുന്നുണ്ട്. പത്തനംതിട്ട, തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് K സുരേന്ദ്രന്റെ പേരുള്ളത്. പത്തനംതിട്ടയിൽ MD രമേശിന്റെയും പന്തളം കൊട്ടാരത്തിലെ ശശികുമാർ വർമ്മയുടെയും പേരുകൾ പരിഗണനയിലുണ്ട്. മലമ്പുഴയിൽ VS അച്യുതാനന്ദനെതിരെ മത്സരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച പാലക്കാട് മുനിസിപ്പൽ വൈസ് ചെയർമാൻ C കൃഷ്ണകുമാറിനാണ് പാലക്കാട് മണ്ഡലത്തിൽ പ്രഥമ പരിഗണന. ശോഭാ സുരേന്ദ്രന്റെ പേരും പാലക്കാട് പട്ടികയിലുണ്ട്. എറണാകുളത്ത് പൊതുസമ്മതനെ കണ്ടെത്താനായില്ലെങ്കിൽ AN രാധാകൃഷ്ണനെയോ ജോർജ് കുര്യനെയോ പരിഗണിക്കും. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച PP മുകുന്ദന്റെ പേര് പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള ഒഴികെയുള്ള പ്രമുഖരെല്ലാം പട്ടികയിലുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിലെത്തിയ ശേഷം അന്തിമ പ്രഖ്യാപനം നടത്താനാണ് തീരുമാനം. R കിരൺ ബാബു, ന്യൂസ് 18 തിരുവനന്തപുരം. ഇടത് മുന്നണിയുടെ കേരള സംരക്ഷണ യാത്രയ്ക്ക് നാളെ തുടക്കം. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയാണ് നാളെ തിരുവനന്തപുരത്ത് തുടങ്ങുന്നത്. BJP സർക്കാരിനെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് യാത്ര. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിക്കുകയാണ് ഇടതുമുന്നണി. ശബരിമല വിഷയം പ്രധാന പ്രചരണ വിഷയമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണി നേതൃത്വം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാർ നിലപാടുകൾ ജനങ്ങളോട് വിശദീകരിക്കാൻ യാത്ര ഇടതുമുന്നണി അവസരമാക്കും. ഒപ്പം സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും വികസന പദ്ധതികളും അവതരിപ്പിക്കും. യാത്രക്കിടയിൽ തന്നെ സീറ്റ് വിഭജനം സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകളും പൂർത്തിയാക്കും. ജാഥ അവസാനിച്ചയുടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് ശ്രമം. CPMഉം CPIയും മത്സരിച്ച സീറ്റുകളുടെ എണ്ണത്തിലും മണ്ഡലങ്ങളിലും മാറ്റമുണ്ടാകില്ല. കഴിഞ്ഞ തവണ ജനതാദൾ എസിന് നൽകിയ കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് അവ്യക്തത. കോടിയേരി നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടകൻ CPI അഖിലേന്ത്യാ സെക്രട്ടറി സുധാകർ റെഡ്ഡിയാണ്. കാനം രാജേന്ദ്രന്റെ വടക്കൻ മേഖലാ ജാഥ 16-ന് കാസർഗോഡ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. ഇരു ജാഥകളും മാർച്ച് 2-ന് മഹാറാലിയോടെ തൃശൂരിൽ സമാപിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഷുക്കൂറിനെ വേണ്ടവിധം കൈകാര്യം ചെയ്യാൻ P ജയരാജനും TV രാജേഷും നിർദ്ദേശിച്ചെന്ന് CBI കുറ്റപത്രം. കൊലപാതകം വ്യക്തമായ ആസൂത്രണം ചെയ്തതാണെന്നും തലശ്ശേരി കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ പറയുന്നു.
അരിയിൽ ഷുക്കൂർ വധത്തിന്റെ ഗൂഢാലോചന നടന്നത് പി ജയരാജനും ടി വി രാജേഷും ചികിത്സയിലായിരുന്ന ആശുപത്രി മുറിയിലാണെന്നാണ് CBI കുറ്റപത്രത്തിലെ പ്രധാന പരാമർശം. ഷുക്കൂറിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനാണ് ഇവിടെ നിന്ന് നിർദ്ദേശം നൽകിയത്. ഗൂഢാലോചനയെ സംബന്ധിച്ച് 2 സാക്ഷികളുടെ മൊഴി വ്യക്തതയുള്ളതാണ്. പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല കൊലപാതകത്തിന് കാരണം. ആസൂത്രിതമായി ഷുക്കൂറിനെ കൊലപ്പെടുത്തുകയായിരുന്നു. വള്ളുവൻകടവിൽ പിടികൂടി തടവിൽ വെച്ചിരുന്ന ഷുക്കൂറിനെ പ്രതികൾ തിരിച്ചറിഞ്ഞ ശേഷമാണ് വധിച്ചത്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾക്കെതിരെ 120B പ്രകാരമുള്ള ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുന്നത്. 28 മുതൽ 33 വരെയുള്ള പ്രതികളാണ് ആശുപത്രിയിലെ ഗൂഢാലോചനയിൽ പങ്കെടുത്തതായി കണ്ടെത്തിയിട്ടുള്ളത്. കേസിൽ 32ാം പ്രതിയാണ് പി ജയരാജൻ. ടി വി രാജേഷ് 33ാം പ്രതിയും. 2012 ഫെബ്രുവരി 20-ന് നേതാക്കളുടെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പ്രതികാരമായിട്ടാണ് കൊലപാതകമെന്ന് പോലീസ് നിലപാട് CBIയും ആവർത്തിക്കുന്നു. എന്നാൽ കൊലപാതകം നടക്കുമെന്നറിഞ്ഞ ശേഷം ആ വിവരം നേതാക്കൾ രഹസ്യമാക്കി വെച്ചുവെന്ന പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തലിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ കുറ്റപത്രം. ഇരുവരും ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്തുവെന്നതാണ് CBIയുടെ അനുബന്ധ കുറ്റപത്രം ആരോപിക്കുന്നത്. ന്യൂസ് 18 കണ്ണൂർ. പോക്സോ കേസിൽ പ്രതിയായ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം പട്ടം വിജിലൻസ് സ്പെഷ്യൽ സെല്ലിലെ ദിൽഷാദിനെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ട്രെയിൻ യാത്രയ്ക്കിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കടന്നുപിടിച്ച് ഉപദ്രവിച്ചതിന് ദിൽഷാദിനെതിരെ പോക്സോ ചുമത്തി കേസെടുത്തിരുന്നു. ജനുവരി 25-ന് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ട്രെയിനിലാണ് സംഭവം. പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് റെയിൽവേ പോലീസ് കേസെടുത്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇമാം ഒളിവിലാണെന്ന് പോലീസ്. പോക്സോ ചുമത്തി കേസെടുത്ത പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തേടാൻ ഇമാം ശ്രമം തുടങ്ങിയതായാണ് വിവരം. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി 4 തവണ കൌൺസിലിംഗ് നടത്തിയിട്ടും പെൺകുട്ടി പീഡന ആരോപണം നിഷേധിച്ചു. പള്ളി കമ്മിറ്റി പ്രസിഡന്റിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരത്ത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇമാമിനെതിരെ കേസെടുത്തതിന് പിന്നാലെ സമാന പീഡനങ്ങളുടെ വിവരങ്ങളും പുറത്ത്. മദ്രസകളിലും മതകേന്ദ്രങ്ങളിലും 2008-ൽ മാത്രം 100ഓളം പീഡന പരാതികളാണ് ഉയർന്നത്. എന്നാൽ 25ഓളം കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. 2018-ൽ മാത്രം 100ഓളം മദ്രസ പീഡന കേസുകളാണ് ചൈൽഡ് ലൈന് മുന്നിലെത്തിയത്. ഇതിൽ 25 മാത്രമാണ് കേസായത്. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ചിലത് ഇവയാണ്. 2018 ഓഗസ്റ്റ് 2 കണ്ണൂർ തളിപ്പറമ്പിൽ 4 മദ്രസ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച അധ്യാപകൻ ചെക്കിക്കുളം സ്വദേശി മുഹമ്മദ് അർഷാദിനെ പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്തു. കൂത്തുപറമ്പ് മാനന്തേരിക്കടുത്ത് മദ്രസയിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പീഡിപ്പിച്ച സംഭവത്തിൽ അധ്യാപകരായ കോഴിക്കോട് സ്വദേശി അബ്ദുറഹ്മാൻ മൌലവി, വയനാട് 4 മൈലിലെ അബ്ദുൽ നാസർ മൌലവി എന്നിവരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട്ടെ അണ്ടിക്കോട് VK റോഡിലുള്ള ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ അധ്യാപകനായ കാടാമ്പുഴ പാറക്കുളം വീട്ടിൽ ഷമീർ അസ്ഹരിയെ മാസങ്ങൾക്ക് മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്രസ അധ്യാപകൻ കുട്ടികളെ പീഡിപ്പിച്ച സംഭവത്തിൽ കായംകുളം പുത്തൻതെരുവ് ജുമാ മസ്ജിദ് കമ്മിറ്റിക്കെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിലാണ്. പല കേസുകളും പോലീസിന് മുന്നിലെത്താതെ ഒത്തുതീർപ്പാക്കപ്പെടുന്നു. പണ്ഡിതന്മാർക്ക് എതിരെ വരുന്ന കേസുകൾ വന്നു കഴിഞ്ഞാൽ രക്ഷിതാക്കളോ കുട്ടികളോ അതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് മുൻപോട്ട് പോകാത്ത അവസ്ഥ പല കേസുകളിലുണ്ട്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ ഈ രംഗത്ത് ബോധവൽക്കരണങ്ങൾ കൂട്ടേണ്ടതായിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ആലുവ പെരിയാറിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. 30 വയസ്സുള്ള സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. എന്നാൽ മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിയാനായിട്ടില്ല. സംസ്ഥാനത്ത് സമീപ ദിവസങ്ങളിൽ കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ്. പുതപ്പിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് വരിഞ്ഞ് കല്ലിൽ കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. കല്ലിന് 40 കിലോ ഭാരമുണ്ട്. 1-ലേറെ പേർ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് നിഗമനം. ഡൽഹിയിൽ ഹോട്ടലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. നളിനിയമ്മയുടെയും മകൻ വിദ്യാസാഗറിന്റെയും സംസ്കാരം ഉച്ചയ്ക്ക് ചേരാനല്ലൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. ജനപ്രതിനിധികളടക്കം 100 കണക്കിന് ആളുകൾ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. 3 മലയാളികളടക്കം 17 പേരാണ് തീപിടുത്തത്തിൽ മരിച്ചത്. അതേസമയം ഡൽഹിയിൽ വീണ്ടും തീപിടുത്തമുണ്ടായി. പുഞ്ചിംപുരിയിലുണ്ടായ തീപിടുത്തത്തിൽ 250 കുടിലുകൾ കത്തിനശിച്ചു. മന്ത്രി AK ബാലന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കമുള്ളവരെ ചട്ടങ്ങൾ മറികടന്ന് നിയമിച്ചത് സ്വജന പക്ഷപാതമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും മാത്രമാണ് ഈ സർക്കാരിന്റെ കാലത്ത് ജോലി ലഭിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കിർത്താഡ്സിലെ ചട്ടങ്ങൾ മറികടന്നുള്ള നിയമനത്തെക്കുറിച്ച് ന്യൂസ് 18 ആണ് വാർത്ത പുറത്തുകൊണ്ടുവന്നത്. SC/ST വകുപ്പിന് കീഴിലുള്ള കിർത്താഡ്സിൽ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി മണിഭൂഷൺ, എഴുത്തുകാരി ഇന്ദുമേനോൻ അടക്കമുള്ളവരുടെ നിയമനങ്ങൾ ചട്ടപ്രകാരമാണെന്ന മന്ത്രി AK ബാലന്റെ വാദങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകൾ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ആവശ്യമായ യോഗ്യതയില്ലാതെയുള്ള നിയമനം സ്വജനപക്ഷപാതമാണെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അദ്ദേഹം ചെയ്തത് പൂർണ്ണമായിട്ടും സ്വജനപക്ഷപാതമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന നടപടിയാണ്. കിർത്താഡ്സിൽ യോഗ്യതയില്ലാത്തവരെ നിയമിച്ച സംഭവം അന്വേഷിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. മന്ത്രിമാർ അവരുടെ സ്റ്റാഫിൽപ്പെട്ടവർക്ക് അല്ലെ ബന്ധുക്കൾക്ക് നിയമനങ്ങൾ കൊടുക്കുന്ന ജോലി മാത്രമാണുള്ളത്. ഈ കേസ് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് പോകും. ന്യൂസ് 18 പാലക്കാട്, കോഴിക്കോട്.
എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ 50,000 മുതൽ 3 ലക്ഷം രൂപ വരെയുള്ള കടബാധ്യതകൾ എഴുതിത്തള്ളാൻ സർക്കാർ ഉത്തരവ്. ഇതിനായി 4.39 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. 455 കടബാധ്യതകളാണ് ഇതിലൂടെ എഴുതിത്തള്ളുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 3 ലക്ഷം രൂപ വരെയുള്ള കടബാധ്യതകൾ എഴുതിത്തള്ളാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. സിപിഐ കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിന്ന് മന്ത്രി കെ രാജു ഇറങ്ങിപ്പോയി. കെ രാജുവിന്റെ അഭിപ്രായ പ്രകടനത്തെ കാനം രാജേന്ദ്രൻ വിഭാഗം എതിർത്തു. സംസ്ഥാന കൌൺസിൽ അംഗങ്ങൾ അതത് ഘടകത്തിൽ അഭിപ്രായം അറിയിച്ചാൽ മതിയെന്നായിരുന്നു വിമർശനം. ഇതിൽ ക്ഷുഭിതനായാണ് കെ രാജു ഇറങ്ങിപ്പോയത്. മുലക്കര രത്നാകരന് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല നൽകാനുള്ള തീരുമാനം ജില്ലാ കൌൺസിൽ അംഗീകരിച്ചു. സിപിഐ കൊല്ലം ജില്ലാ കൌൺസിലിൽ സംഘടനാ പ്രശ്നങ്ങളില്ലെന്ന് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു പറഞ്ഞു. കുംഭമാസ പൂജകൾക്കായി ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവ്. 10,000-ൽ താഴെ ഭക്തർ മാത്രമാണ് ഇന്നലെയും ഇന്നുമായി ദർശനം നടത്തിയത്. കർശന നിയന്ത്രണങ്ങളും സംഘർഷഭരിതമായ അന്തരീക്ഷവുമില്ലെങ്കിലും ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം പതിവിലും ഏറെ കുറവ്. ഇതുവരെ വന്നത് 15,000-ൽ താഴെ ഭക്തർ മാത്രം. എത്തുന്ന ഭക്തർ സൗകര്യങ്ങളിൽ പൂർണ്ണ തൃപ്തർ. സമാധാനപരമായിട്ട് നല്ല മനസ്സോട് സുഖത്തോടു കൂടി തൊഴാൻ കഴിഞ്ഞു. ഇപ്പോഴാണ് തെരഞ്ഞെടുത്ത സമയം, പക്ഷെ നല്ല സമയമായിരുന്നു. നല്ല ദർശനം, പോലീസുകാരൊക്കെ നല്ല സഹകരണമായിരുന്നു. നമുക്ക് ദർശനം വീണ്ടും നല്ല ദർശനം കിട്ടി, നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിയെക്കുറിച്ചും സജീവമായ ചർച്ചയാണ് തീർത്ഥാടകർക്കിടയിൽ നടക്കുന്നത്. After the airings, we expect a positive reply. So we all Ayyappa Bhaktas are against women entering in the age group between 10 and 50. കുംഭമാസ പൂജയ്ക്ക് 10 യുവതികൾ മല ചവിട്ടുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ പിന്മാറിയതായാണ് സൂചന. സ്ത്രീകളെത്തിയാൽ തടയാൻ തന്നെയാണ് പ്രവേശനത്തെ എതിർക്കുന്ന സംഘടനകളുടെ തീരുമാനം. സംഘർഷാത്മക അന്തരീക്ഷം ഒഴിവാക്കാൻ പോലീസും കനത്ത ജാഗ്രതയിലാണ്. പതിവിന് വിപരീതമായി തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പോലീസിന്റെ കർശന നിയന്ത്രണമില്ലാത്തതിനാൽ സുഗമമായ ദർശനം സാധ്യമായതിന്റെ ആഹ്ലാദത്തിലാണ് തീർത്ഥാടകർ. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം സന്നിധാനത്തു നിന്നും സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18. തൊഴിലിലും വിദ്യാഭ്യാസത്തിലും ഗുജ്ജറുകളടക്കം 5 സമുദായങ്ങൾക്ക് 5% സംവരണം അനുവദിക്കുന്ന ബിൽ രാജസ്ഥാൻ നിയമസഭ പാസാക്കി. സംവരണം ആവശ്യപ്പെട്ട് ഗുജ്ജറുകൾ നടത്തുന്ന പ്രക്ഷോഭം 5 ദിവസം പിന്നിട്ടപ്പോഴാണ് ബിൽ നിയമസഭ പാസാക്കിയത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ഗുജ്ജറുകളെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ബിൽ പാസാക്കിയെങ്കിലും സംവരണം പ്രാബല്യത്തിലാവാൻ കടമ്പകളേറെയാണ്. 2017-ൽ അന്നത്തെ BJP സർക്കാരും ഗുജ്ജറുകൾക്ക് 5% സംവരണം നൽകാൻ തീരുമാനം എടുത്തിരുന്നു.